I think കുറച്ച് പാർട്ടിസിപ്പൻസ് ഒക്കെ ആയിട്ടുണ്ട്. സോ വി നീഡ് നോട്ട് വെയിറ്റ്, വി ക്യാൻ സ്റ്റാർട്ട് ഐ തിങ്ക് അല്ലേ. അസില മാം റെഡി അല്ലേ? Yes, ma'am. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അസീല, തൃശ്ശൂര് പനങ്ങാടാണ് താമസിക്കുന്നത്. ഞാൻ ട്രെയിനേഴ്സ് സ്റ്റോക്കിലെ 24ാമത്തെ ബാച്ചിലെ ട്രെയിനറാണ്. എൻ്റെ പ്രൊഫഷൻ ഞാൻ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. പിന്നെ നമ്മൾ വിംബിൾ അക്കാദമിയുടെ കീഴിൽ ഫുൾ ട്രെയിനിങ്, ഈ ട്രെയിനേഴ്സ് ബാച്ചിലെ ഫുൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തവരാണ് നമ്മൾ ഈ 1 മണിക്കൂർ സെഷൻ എടുക്കാൻ വേണ്ടി നമ്മളിവിടെ അവതാരകരായിട്ട് വരുന്നത്. അതിൽ ഇന്ന് വരുന്നത് എൻ്റെ സഹപാഠിയും മാൻസി ജോയ് എന്ന മാൻസി മാമാണ്. മാം ഇവിടെ സംസാരിക്കാൻ, മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് 2 വിഷയങ്ങളിൽ മാമിന് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. പിന്നെ PG SLM എന്ന് പറഞ്ഞ സ്കൂൾ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് കോഴ്സിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. മാം BCC ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓറിയന്റൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ്, നല്ലൊരു കോഴ്സ് മാം ചെയ്തിട്ടുണ്ട്, അതായത് ICCCP എന്നൊരു കോഴ്സ്. പിന്നെ ദുബായിൽ ഇന്ത്യൻ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ടീച്ചറായിട്ട്. പിന്നെ ശാന്തിനികേതൻ സ്കൂളിൽ ടീച്ചിങ്ങും ഉണ്ടായിരുന്നു, വൈസ് പ്രിൻസിപ്പളും ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. മാം ഇപ്പോൾ ചെയ്യുന്നത് ക്രൈസ്റ്റ് കോളേജിലെ കരിയർ ഗൈഡൻസിലാണ്. മാമിന് സംസാരിക്കാനുള്ള വിഷയം പേഴ്സണാലിറ്റി, ഹൗ ടു എക്വയർ അഡ്മിറബിൾ പേഴ്സണാലിറ്റി എന്നുള്ളതാണ്. നമ്മളിവിടെ ട്രെയിനിങ് കോഴ്സിൽ വിംബിൾ അക്കാദമിയുടെ ട്രെയിനേഴ്സ് കോഴ്സ് അതല്ല, ട്രെയിനേഴ്സ് നമുക്ക് കോഴ്സ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും കൂട്ടുകാരോട് കാഷ്വലായിട്ട് സംസാരിക്കുന്നത് പോലെ നമുക്ക് സംസാരിക്കാൻ പലപ്പോഴും കഴിയാറുണ്ട്. ഒരിക്കലും അതൊരു ട്രെയിനിങ് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു മൈക്കിൻ്റെ മുന്നിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കുറവുകൾ വരാറുണ്ട്. ആ കുറവുകളെല്ലാം നികത്തി നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനേഴ്സ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത്. ട്രെയിനിങ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും ഒരിക്കലും അത് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ വന്ന ഒരു വിഷമത്തിന്റെ പേരിലാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത്. ഞങ്ങൾക്ക് കുടുംബ സംഗമങ്ങൾ, ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നെങ്കിലും 4 മുന്നിൽ എങ്ങനെ ഒരു കാര്യം അവതരിപ്പിക്കും അല്ലെങ്കിൽ അതെങ്ങനെ പ്രസന്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അറിവില്ലായ്മ ആണ് എന്നെ ഇവിടെ എത്തിച്ചത്. പിന്നെ ഞാൻ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഫാമിലി കൗൺസിലേഴ്സ്, എൻ്റെ സംസാരം പലപ്പോഴും ഫ്രണ്ട്ലി ടോക്ക് അല്ലെങ്കിൽ ഒരു കാഷ്വലായിട്ടൊരു അതൊക്കെ അവർ അംഗീകരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു മീറ്റിങ്ങിൽ വിളിച്ചാൽ എനിക്ക് സംസാരിക്കാൻ പറ്റാതെ വന്നതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഞാനിങ്ങനെ മൈക്ക് വെച്ച് ക്യാമറ ഓണാക്കി സംസാരിക്കുന്നത് തന്നെ എൻ്റെ ഒരുപാട് നാളത്തെ പ്രാക്ടീസ് കൊണ്ടാണ്. നിഷ് വോയിസുകളൊക്കെ ഞാൻ ഇടുന്നതും എനിക്ക് ഒരുപാട് ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ മാറുന്നത് ഈ ഒരു കോഴ്സിന്റെ ഒരു വിംബിൾ അക്കാദമി കോഴ്സിൽ ചേർന്നതിന് ശേഷം എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാനിത് അറിയണത്. അതിനെക്കുറിച്ച് വളരെ നല്ല സാറിൻ്റെ ഫൈസൽ സാറിൻ്റെയും അർച്ചന മാമിൻ്റെ ഒക്കെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. മാൻസി മാമിനെ നല്ലൊരു നല്ലൊരു സബ്ജക്റ്റ്, നല്ലൊരു ടോപ്പിക് പ്രസന്റേഷന് വേണ്ടിയിട്ട്, അതായത് പേഴ്സണാലിറ്റി, നമ്മൾ എങ്ങനെ ഒരു അഡ്മിറബിൾ പേഴ്സണാലിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. നമ്മളിവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മാൻസി മാം, നമുക്ക് തുടങ്ങാം. Okay, a warm good evening to one and all. എനിക്ക് മനോഹരമായ ഇൻട്രോ പറഞ്ഞ അസീല മാമിന് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഞാൻ മാൻസി ജോയ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിംബിൾ ട്രെയിനേഴ്സ് കോഴ്സിലെ 24th ബാച്ചിലെ ഒരു ട്രെയിനിയാണ്. ഈ മനോഹരമായ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിനറായി എനിക്ക് അവതരണം നടത്താൻ എന്നെ പ്രാപ്തയാക്കിയ ഫൈസൽ സാറിനും അർച്ചന മാമിനും ഞാൻ വളരെയേറെ നന്ദി പറയുന്നു ഈ തരുണത്തില്.
അവർ തന്ന പ്രോത്സാഹനങ്ങൾക്കും മോട്ടിവേഷനും വളരെ വളരെ നന്ദി. ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഒരു സ്കൾപ്റ്റർ വളരെ മനോഹരമായ സ്റ്റാച്യൂസ് ഉണ്ടാക്കുമായിരുന്നു. ഇതില് ഒരു വ്യക്തി വളരെയേറെ സന്തോഷവാനായി. അദ്ദേഹം ജിജ്ഞാസ മൂലം ആ സ്കൾപ്റ്റർ എങ്ങനെ ആ സ്റ്റാച്യൂസ് ഉണ്ടാക്കുന്നു എന്ന് കാണാനായിട്ട് അയാളുടെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോ അദ്ദേഹം കാണുന്നത് ആ സ്കൾപ്റ്റർ ഒരു വലിയ ഹാമർ വെച്ച് കരിങ്കൽ സ്റ്റോണില് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോ ഈ വ്യക്തി ചോദിക്കുകയാണ്, ഇത്ര മനോഹരമായ സ്റ്റാച്യൂസ് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്? ഉടനെ ആ സ്കൾപ്റ്റർ റിപ്ലൈ ചെയ്തു, the statues cannot be made. It has to be discovered by breaking off the unwanted stone. Once the task is done, the statue emerges. It is made by breaking off the unwanted stone, and once the task is done, the beautiful statue emerges. ഇതിനോട് അനുബന്ധിച്ചാണ് ഞാൻ പറയുന്നത്, the seeds of great personality is hidden in every individual. No need to make them. We have to unveil them. Remove the cover to bring out our virtues. ഇന്നത്തെ എൻ്റെ ടോപ്പിക് accomplish attractive personality by unfolding or removing the admirable virtues of ourselves. Accomplish attractive personality by unfolding the admirable virtues of ourselves. ആന്തരികമായിട്ട് നമുക്കുള്ള സദ്ഗുണങ്ങളെ ഉണർത്തി ആകർഷകമായ വ്യക്തിത്വം എങ്ങനെ രൂപപ്പെടുത്താം, വികസിപ്പിക്കാം എന്നതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണാലിറ്റി വളരെ സങ്കീർണവും ആഴമേറിയതുമായ ഒരു സബ്ജക്റ്റാണ്. അതിൻ്റെ തലങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മൾ ചില വ്യക്തികളെ കാണുമ്പോഴും അവരോട് ഇടപഴകുമ്പോഴും വളരെയേറെ അട്രാക്ഷൻ തോന്നുന്നു. അവരുടെ മുഖഭാവം, അവരുടെ വസ്ത്രധാരണ രീതി, അവരുടെ പ്രവൃത്തികള്, അവർ പറയുന്ന വാക്കുകള്, ഇതൊക്കെ നമ്മൾ ആകർഷിക്കപ്പെടുന്നു. നമ്മൾ അവരോട് ചെന്ന് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവർ നമ്മളോട് സംസാരിക്കുന്നു. അപ്പോൾ കൂടുതൽ അടുക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ്, ഇവരൊക്കെ എത്ര മനോഹരമായിട്ട് സൗഹാർദ്ദത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. ഇവരുടെ നല്ല വാക്കുകൾ, ഇവരൊക്കെ എങ്ങനെ ഇതൊക്കെ കിട്ടി? എങ്ങനെ ഇവർക്ക് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കിട്ടി? എങ്ങനെ ഇവര് ഈ സമൂഹത്തിൽ ഇത്ര പോപ്പുലറായി? ഇവർക്കൊക്കെ എന്തോ ഒരു മാസ്മര ശക്തിയുണ്ട്. ആ ഒരു ചിന്ത നമ്മിൽ വരുന്നു. അതിനെയാണ് നമ്മൾ ആകർഷകമായ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇനി വ്യക്തിത്വം എന്നത് നമ്മുടെ ജീവിത പ്രക്രിയ അടങ്ങുന്ന ഒരു മഹാസംഭവമാണ്. ഗോർഡൻ വില്ലാർഡ് ആൽപോർട്ട്, വൺ ഓഫ് ദ ഫൗണ്ടർ മെമ്പേഴ്സ് ഓഫ് പേഴ്സണാലിറ്റി സൈക്കോളജി, വാദിക്കുന്നു മനുഷ്യന്റെ വ്യാപാരമാണ് വ്യക്തിത്വം. അതായത് പരിസരവുമായി അനുകൂലനം ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആകെത്തുക, ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. അവിടേക്കൊന്നും നമുക്ക് പോകണ്ട. ഒരു നല്ല വ്യക്തിത്വം എങ്ങനെ രൂപപ്പെടുത്താമെന്ന് ഒരു സാധാരണ വ്യക്തിയോട്, ഒരു അധ്യാപകൻ കുട്ടികളോട്, അല്ലെങ്കിൽ ഒരു കുടുംബനാഥൻ കുടുംബാംഗങ്ങളോട്, അല്ലെങ്കിൽ നമ്മളൊരു മീറ്റിങ്ങിൽ സംസാരിക്കുമ്പോൾ, ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് ഇരിക്കുമ്പോൾ എങ്ങനെ പറഞ്ഞു കൊടുക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ ഈ ആകർഷകമായ വ്യക്തിത്വം എങ്ങനെ നേടിയെടുക്കാമെന്ന് പറയാൻ പോകുന്നത്. പേഴ്സണാലിറ്റി എന്ന വാക്കിനെ വെളിപ്പെടുത്താൻ 3 ചാനൽസ് ഉണ്ട്, 5 ലെവൽസ് ഉണ്ട്. 3 ചാനൽസ് എന്ന് പറയുന്നത്
നമ്മുടെ thought process, verbal process and our action process. 3 ചാനൽസ് എന്ന് പറയുന്നത്, 3 ലെവൽസ് എന്ന് പറയുന്നത് ഫിസിക്കൽ, മെന്റൽ, മോറൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ. അപ്പൊ നമ്മൾ ഈ ചാനൽസിലേക്ക് വരുമ്പോൾ ആദ്യം വരുന്നത് നമ്മുടെ തോട്ട് പ്രോസസ്സാണ്. തോട്ട് പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾ. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അതാണ് നമ്മുടെ വാക്കുകളായിട്ട് രൂപാന്തരപ്പെടുന്നത്. വളരെയേറെ വാക്കുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളെ പ്രവൃത്തിയെ ബാധിക്കുന്നു. നിരന്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്വഭാവമായി. അങ്ങനെയാണ് നമ്മിലൊരു സ്വഭാവം രൂപപ്പെടുന്നത്. അപ്പൊ ചിന്തകളെ ആദ്യം നമ്മൾ നന്നാക്കാനായിട്ട് ശ്രമിക്കണം. ചിന്തകളെ എങ്ങനെയാണ് നന്നാക്കുക? നല്ല നല്ല ചിന്തകൾ ഉണ്ടാകാൻ നാം എന്ത് ചെയ്യണം ഒന്ന് പറയാമോ ആരെങ്കിലും? നല്ല ചിന്തകൾ ഉണ്ടാവണം, അതിൽ നിന്നാണ് നല്ല വാക്കുകൾ ഉണ്ടാകുന്നത്. അപ്പൊ നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കയറ്റാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഒരു ആകർഷകമായ വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കും. എന്തോ വായന സഹായിക്കും. വായന വെരി ഗുഡ്. നമ്മൾ ധാരാളം വായിക്കണം. വായന കൊണ്ട് നമുക്ക് അറിവ് കിട്ടും. ധാരാളം വായിച്ചാൽ നമുക്ക് നല്ല ചിന്തകളെ ഉദ്ദീപിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളുടെ സമീപനം, നമ്മുടെ മനോഭാവം ഒക്കെ അതുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നല്ല നല്ല വാക്കുകളെ നമ്മൾ സ്മരിക്കും. നമ്മുടെ നല്ല നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമുക്ക് നല്ല നല്ല വാക്കുകളും രൂപപ്പെടുത്താനായിട്ട് സാധിക്കും. ഈ വായനയിലൂടെ വാക്കുകളെയും നമുക്ക് കിട്ടും. നമ്മുടെ വേർഡ് പ്രോസസ്സിനെയും നമുക്ക് രൂപപ്പെടുത്താനായിട്ട് സാധിക്കും. നല്ലതായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടും, ഇല്ലേ? പോസിറ്റിവിറ്റിയോടുകൂടി നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടും. അവരുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപഴകുമ്പോൾ അവരോട് നന്നായിട്ട് സംസാരിക്കുമ്പോൾ, അവരോട് സൗഹൃദം കാണിക്കുമ്പോൾ, ചിരിച്ചു കാണിക്കുമ്പോഴൊക്കെ അവർ നമ്മളെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനി 3ാമത്തെ ചാനൽ നമ്മുടെ പേഴ്സണാലിറ്റി. നാൻസിജി, ഒരു കാര്യം പറയാനായിട്ട്, വായന എന്ന് പറഞ്ഞ് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. എന്ത് തരത്തിലുള്ള ബുക്കാണ് വായിക്കേണ്ടത്? ചുമ്മാതുള്ള ഈ പത്രങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ വേറെ കുറെ മാഗസീൻസും വായിക്കുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഒരു ഗുണവുമില്ല. ചിന്തിക്കാൻ വേസിക്കത്തൊന്നുമില്ല. വേസിക്കണമെന്നുണ്ടെങ്കിൽ നല്ല സബ്സ്റ്റൻസ് ഉള്ളത് ഒരു വിധത്തിൽ മലയാളത്തിലാണ് വായിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നാം മുന്നോട്ട് എന്ന് പറഞ്ഞ് KP കേശവമേനോന്റെ ബുക്കുണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ ചിന്താ വിഷയം മലയാളം മനോരമ എല്ലാ ഞായറാഴ്ചയും അതിൻ്റെ തന്നെ ഒരു കളക്ഷൻ ബുക്കുണ്ട്. അതൊക്കെ വായിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ തോട്ടെല്ലാം നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതല്ലാതെ ഉള്ള വായന ഒരു കാശിനും കൊള്ളത്തില്ല. അത്രയും മാത്രം ഞാൻ പറയാൻ വിചാരിച്ചു. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അപ്പൊ നല്ല നല്ല വായനകളിലൂടെ നമുക്ക് നല്ല നല്ല വാക്കുകളും കിട്ടും. പിന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കടയില് ഒരു ഗ്രാമത്തിലെ ഒരു കട, അവിടെ ഒരു ഗ്രോസറി ഷോപ്പ് നടത്തുന്ന രവി ആൻഡ് സുരേഷ്. അതില് രവിയും സുരേഷും ഗ്രാമത്തിന്റെ 2 കോണിലാണ് അത് നടത്തുന്നത്. എല്ലാവിധ സാധനങ്ങളും അതിലുണ്ട്. ഇവർ ഒന്നിച്ചു പോയി സാധനങ്ങൾ എടുക്കുന്നു, മിക്കവാറും ഒരേ വിലയ്ക്ക് തന്നെ അത് വിൽക്കുന്നു. ആദ്യം ഈ കടയിലേക്ക് കുറെ ആളുകൾ 2 കടകളിലേക്കും വന്നുകൊണ്ടിരുന്നു. പക്ഷെ കാലം കഴിഞ്ഞതോടുകൂടി രവിയുടെ കടയിലെ കസ്റ്റമേഴ്സും സുരേഷിന്റെ കടയിലേക്ക് പോകുന്നു. മറ്റേ കടയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ രവിക്ക് സംശയമായി, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? രവി ഒരു കസ്റ്റമറോട് ചോദിച്ചു, അവിടെ എന്താണ് പ്രത്യേകത, അവിടെ നടക്കുന്നത്? അപ്പോ ഇയാൾ പറഞ്ഞു, അവിടെ ആ വ്യക്തി വളരെ നന്നായിട്ട് സംസാരിക്കും, വളരെ സൗഹാർദ്ദപരമായിട്ട് കാര്യങ്ങൾ ചെയ്തു തരും, എല്ലാ കാര്യങ്ങളും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം, സഞ്ചി ഇല്ലെങ്കിൽ പേപ്പർ എടുത്തു തരും, അങ്ങനെ നമ്മുടെ വീട്ടുവിശേഷങ്ങൾ ചോദിക്കും, നമ്മൾ ഉൾപ്പെടുത്തും, ഇനിയും വരണം എന്ന് പറയും. പക്ഷെ താങ്കളാണെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അതിലൊന്നും തുടരുത്, ഞാൻ എടുത്തു തരുന്നത് കൊണ്ടുപോയാൽ മതി, ഇവിടെ ഇപ്പൊ ഇതേ ഉള്ളൂ, ഇതിന്ന് സെലക്ട് ചെയ്യരുത്, ഇങ്ങനെയൊക്കെ കർക്കശമായിട്ട് സംസാരിക്കും. അപ്പൊ ആ വ്യത്യാസത്തിലാണ് അവരുടെ കടയ്ക്ക് ഈ വ്യത്യാസം വന്നത്.
അപ്പൊ സംസാരത്തിലെ മഹിമ, നമ്മുടെ ടൊണാലിറ്റി, ഫൈസൽ സാർ എപ്പോഴും നമ്മളോട് പറയുന്നത് അത് നമ്മൾ കീപ്പപ്പ് ചെയ്യണം. അർച്ചന മാം പറയാറുണ്ട് പിച്ച് മോഡുലേഷൻ, വോയിസ് മോഡുലേഷനെ കുറിച്ച്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളിവിടെ പ്രാവർത്തികമാക്കണം. നമ്മുടെ വാക്കുകളിലെ ആ സൗഹൃദം, നമ്മുടെ വാക്കുകളിലെ ടോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വാക്ക് തന്നെ പല വിധത്തിൽ പറയാമെന്ന് ഫൈസൽ സാർ ഒരിക്കൽ പറഞ്ഞിരുന്നല്ലോ. അടുത്തത് ബിഹേവിയർ ചാനലാണ്, അല്ലെങ്കിൽ ആക്ഷൻ ചാനൽ. ആ ചാനലിലൂടെയും നമ്മുടെ വ്യക്തിത്വം വെളിപ്പെടുന്നു. എങ്ങനെ? ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് എന്ന് പറയാം. നമ്മുടെ ശീലങ്ങൾ വളർത്തിയെടുക്കണം. നല്ല ശീലങ്ങൾ, ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കണം. ഒരു കാര്യം പറഞ്ഞാല്, ഒരു ഗ്രാമത്തിലൊരു കൊടുങ്കാറ്റുണ്ടായി. അപ്പോ 2 പേര് ഒന്നിച്ച് വളരെ സൗഹൃദപരമായിട്ട് എന്നും വൈകുന്നേരം കാണുകയും പലയിടത്ത് വെച്ച് മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അതിലൊരു വ്യക്തി എപ്പോഴും ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും, പ്രഭാഷണങ്ങൾ നടത്തും. നല്ലതേ ചെയ്യാവൂ, നന്മേ ചെയ്യാവൂ, നല്ല പ്രവൃത്തികൾ മാത്രമേ നമുക്ക് കാര്യസാധ്യത്തിന് നോക്കാവൂ. അങ്ങനെ വളരെയേറെ പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. മറ്റേ വ്യക്തി പാവം ഒന്നും പറയാറില്ല, ഇയാളുടെ കൂടെ ഇങ്ങനെ നടക്കും. അങ്ങനെയാണ്. ഒരു ദിവസം ഉണ്ടായിന്ന് വെച്ചാൽ ഒരു കൊടുങ്കാറ്റുണ്ടായി. അപ്പൊ അതിലൊരു വയോധിക, ഒരു ചെറിയ കുടിലൊരു വയോധിക, അതിന് ആക്സിഡന്റ് ആയി. ആ വീട് മറിഞ്ഞു വീണു. ഇയാൾ ഓടിച്ചെന്ന് ആ വയോധികയെ രക്ഷപ്പെടുത്തി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഉണ്ടായിരുന്ന, കൊടുങ്കാറ്റ് ശമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റു കുറച്ച് നാട്ടുകാരെയൊക്കെ കൂട്ടി ആ വീടൊക്കെ ഒന്ന് ശരിയാക്കി, ഒരു മുറിയെങ്കിലും അതിന് വേണ്ടിയിട്ട് നന്നാക്കി കൊടുത്ത് ഒരാളെ കൂട്ടിന് കിടത്തി. ഇത് കേട്ടറിഞ്ഞ നാട്ടുകാര് മറ്റുള്ള എല്ലാ നാട്ടുകാരെയും കൂട്ടി പണം സ്വരൂപിച്ച് ആ സ്ത്രീക്ക് ഒരു വിധം നല്ല വീട് വെച്ചു കൊടുത്തു. പക്ഷെ മറ്റേ വ്യക്തി, ഈ പ്രഭാഷണം പറഞ്ഞുകൊണ്ട് നടക്കുന്ന, നന്മ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തി ഒന്നും ചെയ്തില്ല. അപ്പൊ നാട്ടുകാരുടെ മനസ്സിൽ ഈ വ്യക്തിക്ക് വലിയ ബഹുമാനം ഉണ്ടായി. ആക്ച്വലി എക്സാമ്പിൾ ഈസ് ബെറ്റർ ദാൻ പ്രീസെപ്റ്റ്. നമ്മുടെ ഹൃദയത്തിലാണ് പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ ഓർമ്മിക്കപ്പെടുന്നത്. അപ്പൊ പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. വെറുതെ വാക്കുകൾ പറഞ്ഞ് വിട്ടതുകൊണ്ട് കാര്യമില്ല. സോ ദാറ്റ് ഈസ് ഹൗ ത്രൂ അവർ ബിഹേവിയറൽ ചാനൽ ഓർ ബിഹേവിയർ ചാനൽ അവർ പേഴ്സണാലിറ്റി കംസ് ഔട്ട്. പേഴ്സണാലിറ്റി വെളിപ്പെടുത്തുന്ന ഒരു മൂന്നാമത്തെ ചാനൽ. അപ്പോ 3 ചാനലുകൾ നമ്മൾ പറഞ്ഞു: തോട്ട് ചാനൽ, വേർഡ് ചാനൽ ആൻഡ് ബിഹേവിയർ ചാനൽ. അതാണ് നമ്മുടെ ആക്ഷൻ ചാനൽ. ഇനി നല്ല പ്രവൃത്തികൾ മറ്റുള്ളവരുടെ ഹൃദയത്തിലെത്തും. അപ്പൊ പ്രവൃത്തികൾക്കാണ് ഇമ്പോർട്ടൻറ്റ്. അടുത്തായിട്ട് പേഴ്സണാലിറ്റിക്ക് 5 ലെവൽസ് ഉണ്ട്, അത് വെളിപ്പെടുന്നത്. 5 ലെവൽസ്: ഫിസിക്കൽ, മെന്റൽ, മോറൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ. ഫിസിക്കൽ ലെവലിലൂടെ നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെ വെളിപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ലെവലിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഒരു ആകർഷകമായ പേഴ്സണാലിറ്റി രൂപപ്പെടുത്താൻ, നമുക്ക് നോക്കാം. ഫിസിക്കൽ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. ശരീര ആകർഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ആരോഗ്യമുള്ള ശരീരം നമുക്ക് വേണം. ഹെൽത്തി മൈൻഡ് വിൽ ലിവ് ഓൺലി ഇൻ ദ ഹെൽത്തി ബോഡി, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ശരീരം ആരോഗ്യപരമാക്കി മാറ്റുന്നതിന് നമ്മൾ എക്സസൈസ് ചെയ്യണം, നല്ല ഭക്ഷണം കഴിക്കണം. നല്ല ഭക്ഷണം മീൻസ് ന്യൂട്രീഷ്യസ് ഫുഡ്. പിന്നെ നല്ല ഉറക്കം വേണം, റെസ്റ്റ് വേണം. ഈ വക കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ ആരോഗ്യം നമ്മൾ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. ഹെൽത്ത് ഈസ് ദ ബെസ്റ്റ് വെൽത്ത്. അപ്പൊ ആരോഗ്യ സംരക്ഷണം ഈ ഫിസിക്കൽ ലെവലിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് വശ്യമായൊരു പുഞ്ചിരി വേണം.
ചില ആളുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും അല്ലേ? നമ്മളെ അങ്ങ് തുറിച്ചു നോക്കുന്ന പോലെ തോന്നും. അതല്ലെങ്കിൽ വളരെ ദേഷ്യമായ മനോഭാവത്തോടെ കാണും. പക്ഷെ വേറെ ചിലരെ കാണുമ്പോഴോ നമ്മൾ അറിയുക പോലും ഇല്ല. പക്ഷെ അവരുടെ വശ്യമായ പുഞ്ചിരി കാണുമ്പോൾ നമ്മൾ വെറുതെ ചിരിച്ചു പോകും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വശ്യമായ പുഞ്ചിരി. എ സ്മൈൽ ഇസ് എ കർവ് ദാറ്റ് സെറ്റ്സ് തിങ്സ് സ്ട്രെയിറ്റ്. ചിലപ്പോൾ ഒരു വഴക്ക് തന്നെ ഒരു വശ്യമായ പുഞ്ചിരി കൊണ്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതും ഫിസിക്കൽ ലെവലിൽ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ്. ഈ വശ്യമായ പുഞ്ചിരി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ മുഖ്യമന്ത്രി E.D. സതീശൻ സാറിന്റെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടു. ഈവൻ വിംബിൾ അക്കാഡമിയിൽ പോലും അത് കണ്ടു. എത്ര വശ്യമായിട്ട് അദ്ദേഹം പുഞ്ചിരിക്കുന്നേ, എത്രയേറെ ആളുകളെയാണ് ആകർഷിച്ചത്. അപ്പോൾ അതിനൊരു സ്ഥാനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഒക്കെ. ഇനി അടുത്തത് നമ്മുടെ ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ് ഷുഡ് ബി കറക്റ്റ്. നമ്മുടെ വെർബൽ ആൻഡ് നോൺ വെർബൽ ക്യൂസ് അതിൽ പെടും. നമ്മുടെ ജെസ്റ്റേഴ്സ്, വാക്ക് അപ്രൈറ്റ്, സ്ട്രെയിറ്റ്, വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടെ നടക്കണം. ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടെ അപ്രൈറ്റ് ആയിട്ട് ഇരിക്കണം. പിന്നെ ഇപ്പൊ നമ്മൾ എപ്പോഴും കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, കൈ തടിയിൽ വെക്കരുത്, നമ്മൾ കാല് കയറ്റി വെക്കരുത്, ലെഗ്സ് ഷുഡ് ബി കെപ്റ്റ് പാരലൽ. അതൊക്കെ നമ്മൾ പാലിക്കണം. നമ്മുടെ ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ നോട്ടീസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്കിൽ ഒന്നാണ് ഈ ബോഡി ലാംഗ്വേജ്. നമ്മൾ അത് ആകർഷകമാക്കിയാൽ തീർച്ചയായും നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വളരെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മൾ കാണുന്ന വ്യക്തികളെ പേര് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കണം. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പേര്, സ്വന്തം പേര്. അത് ഇമ്പമായിട്ട് ആരെങ്കിലും വിളിക്കുന്നത് കേട്ടാൽ വി ഫീൽ സോ നൈസ്, വി ബിക്കം സോ ഹാപ്പി. അപ്പൊ പേര് വിളിച്ച് സംസാരിക്കുക. പ്രത്യേകിച്ച് ടീച്ചേഴ്സൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പേര് വിളിച്ച് കുട്ടികളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. നമ്മുടെ സുഹൃത്തുക്കളെ കാണുമ്പോഴും പേര് വിളിച്ച് സംസാരിക്കണം. ഇവൻ നമ്മുടെ കുട്ടികളെ തന്നെയാണെങ്കിലും പെറ്റ് നെയിംസ് ഒക്കെ വിളിച്ച് അവരോട് പേര് വിളിച്ച് നമ്മൾ സംസാരിക്കണം. പിന്നെ നമ്മുടെ എനർജി ആൻഡ് എന്തൂസിയാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനർജി ഈസ് ട്രാൻസ്ഫറബിൾ. ഫൈസൽ സാർ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. സംസാരത്തിലുള്ള നമ്മുടെ എനർജി പോലും ട്രാൻസ്ഫറബിൾ ആണ്. അപ്പൊ പിന്നെ നമ്മുടെ എടുപ്പും നടപ്പും നമ്മുടെ മറ്റു കാര്യങ്ങളിലുള്ള കാര്യങ്ങൾ പറയാനില്ല. അപ്പോൾ നമ്മൾ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് എനർജറ്റിക് ആയിട്ട് എപ്പോഴും വർദ്ധിക്കണം. ഈ ഫിസിക്കൽ ലെവലിൽ ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ വെച്ചാല് നമുക്ക് ഒരു ആകർഷകമായ പേഴ്സണാലിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി മെന്റൽ ലെവൽ വരുമ്പോ അതെങ്ങനെയാണെന്ന് നോക്കാം. ഭൗതിക തലം, അത് നമ്മുടെ മനസ്സിനെയാണ് സ്പർശിക്കുന്നത്. പോസിറ്റീവ് തിങ്കിങ് എപ്പോഴും രൂപപ്പെടുത്തണം. ഏതൊരു അവസ്ഥകളിലും ആപത്തുകളിലും ഒരു പ്രത്യാശ നമ്മൾ കാണണം. എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ് എന്നല്ലേ പറയുന്നത്. പിന്നെ നമുക്ക് നല്ല അറിവുണ്ടെങ്കിൽ മാത്രമേ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് സാധിക്കുകയുള്ളൂ. ക്രിട്ടിക്കൽ തിങ്കിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ മെന്റൽ ഡെവലപ്മെന്റ്. ഒരു കാര്യം സംഭവിച്ചാൽ നല്ലതോ ചീത്തയോ ആകട്ടെ, അതിനെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്ത് ക്ലാരിറ്റിയോടുകൂടി അതുമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഡീല് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യണം. പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി, അതും ഈ മെന്റൽ ലെവലിൽ വരുന്നതാണ്. സൃഷ്ടിപരമായ കാര്യങ്ങൾ, എഴുത്ത്, പോയട്രി എഴുതുന്നത്, നമ്മൾ എസ്സേ എഴുതുന്നത്, അതൊക്കെ ക്രിയേറ്റിവിറ്റിയിൽ പെടുന്നതാണ്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഹ്യൂമിലിറ്റി, അതും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കൃതജ്ഞതയും വിനയവും. ഏതൊരു
കാര്യത്തിലും നമ്മൾ വിനയാന്വിതരായിരിക്കണം. എത്ര വലിയ ഒരു സക്സസ് നമുക്ക് കിട്ടിയാലും വളരെ വിനയത്തോടു കൂടി നമ്മൾ പെരുമാറണം. പിന്നെ നമുക്ക് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ കൃതജ്ഞത പ്രകാശിപ്പിക്കണം. ഇതൊക്കെ നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റിനെ വളരെയേറെ ബാധിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ചെയ്താൽ നമ്മുടെ മെന്റൽ ലെവല് വളർച്ച പ്രാപിക്കും. നമ്മൾക്ക് നമ്മുടെ വ്യക്തിത്വവും അതോടൊപ്പം മുന്നേറും. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഇമോഷണൽ ലെവൽ. ഇവിടെ നമ്മുടെ വികാരങ്ങൾക്കാണ് പ്രാധാന്യം. നമുക്ക് ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാവണം. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മുടെ വികാരങ്ങൾ എന്താണ്, അതിനെ നമ്മൾ തിരിച്ചറിയണം. എന്നാലേ നമുക്ക് ഇമോഷണൽ കൺട്രോൾ കിട്ടുള്ളൂ. വളരെയേറെ വലിയ വിജയങ്ങൾ നേടുമ്പോൾ അമിതമായി ആഹ്ലാദിക്കരുത്. പരാജയങ്ങൾ വരുമ്പോൾ അമിതമായി ദുഃഖിക്കരുത്. ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് നല്ലൊരു വ്യക്തിത്വത്തിന്റെ ലക്ഷണം. പിന്നെ ആങ്കർ കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദേഷ്യം വരുമ്പോൾ മുഴുവനുമായിട്ട് അങ്ങ് ദേഷ്യപ്പെടാതെ അത് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ക്ഷമ, വിവേകം, എമ്പതി ഇവയൊക്കെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഇമോഷണൽ ലെവലിൽ നമുക്ക് വളർച്ച വരുന്നത്. ഇനി അടുത്തത് മോറൽ ലെവലാണ്. ഇവിടെ ധാർമ്മിക മൂല്യങ്ങളാണ് ഒരു മനുഷ്യനെ മഹാനാക്കുന്നത് എന്ന് പറയാം. ധാർമ്മികത ഇല്ലാത്തൊരു വ്യക്തിയെ ആരും ബഹുമാനിക്കില്ല. നമുക്ക് ഓണസ്റ്റി വേണം, ഇന്റഗ്രിറ്റി വേണം, റെസ്പോൺസിബിലിറ്റി വേണം. നമ്മോട്, നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ സൊസൈറ്റിയോട്, നമുക്ക് ചുറ്റുമുള്ളവരോട്, നാമുമായിട്ട് ബന്ധപ്പെടുന്നവരോട്, ഇവരോടൊക്കെ നമുക്ക് ഈ വക നന്മകൾ കാണിക്കേണ്ടതുണ്ട്. പിന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കണം, നമ്മൾ കൈൻഡായിരിക്കണം, ജസ്റ്റിസ്, ഫെയർനെസ് ഇവയെല്ലാം പ്രാക്ടീസ് ചെയ്യണം. ഹ്യൂമിലിറ്റി വേണം, ഗ്രാറ്റിറ്റ്യൂഡ് വേണം. മിക്കവാറും സോഫ്റ്റ് സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ആശ്രാന്ത പരിശ്രമം നടത്തണം. അപ്പോഴാണ് നമ്മുടെ മോറൽ ലെവൽ അല്ലെങ്കിൽ ധാർമ്മികത വളരുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ലെവൽ എന്ന് പറയുന്നതാണ് സോഷ്യൽ ലെവൽ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ, if you want to become an acclaimed social personality in the society, you have to get into the society. അല്ലേ? ഏതെങ്കിലുമൊക്കെ നേതൃത്വ സ്ഥാനങ്ങൾ ഏറ്റെടുക്കണം, സൊസൈറ്റിയിൽ പ്രവർത്തിക്കണം, അവർക്ക് വേണ്ടി നന്മ ചെയ്യണം, അസോസിയേഷൻസ് അല്ലെങ്കിൽ ക്ലബുകളിലൊക്കെ സ്ഥാനം വഹിക്കണം, സമൂഹ നന്മയ്ക്ക് വേണ്ടി ധാരാളമായിട്ട് പ്രയത്നിക്കണം, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ രൂപപ്പെടുത്തണം, മറ്റുള്ളവരെ കേൾക്കാനുള്ള ക്ഷമ ഉണ്ടാക്കണം. ലിസണിങ് സ്കിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടീം വർക്ക്, കോഓപ്പറേഷൻ, ഹെൽപ്പിംഗ് മെന്റാലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇതൊക്കെ രൂപപ്പെടുത്തും. ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ വി ഷുഡ് ഗെറ്റ് ഇൻ ടു ദ സൊസൈറ്റി. സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. സമൂഹ നന്മയ്ക്ക് വേണ്ടി നമ്മൾ വർത്തിച്ചാലേ നമ്മൾ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുള്ളൂ. ബിക്കോസ് മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. സമൂഹത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് മാറി നിൽക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഞാൻ വളരെ ചുരുക്കത്തില് 5 ലെവൽസ് പറഞ്ഞു കഴിഞ്ഞു. ആദ്യം 3 ചാനൽസും പറഞ്ഞു. അതിനെ വേണ്ട വിധത്തിൽ നമ്മൾ പരിമിതപ്പെടുത്തി പരുവത്തിലാക്കി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ പേഴ്സണാലിറ്റി കുറേയേറെ മോൾഡ് ചെയ്യപ്പെടും. ഇനി ഈ 3 ചാനൽസും 5 ലെവൽസും എങ്ങനെ വളർത്തിയെടുക്കാം? ഇപ്പൊ എനിക്കൊരു ആകർഷകമായ പേഴ്സണാലിറ്റി രൂപപ്പെടുത്തണമെന്ന് തോന്നിയാല് ഞാൻ ഇതെങ്ങനെ വളർത്തിയെടുക്കും? ഒരു ദിവസം കൊണ്ട് ഇതുണ്ടാകുമോ? ഒന്ന് പറയാമോ? ഇല്ല, ഒരു ദിവസം കൊണ്ട് ഉണ്ടാവില്ല, ഒരിക്കലും ഇല്ല. 2 ദിവസം കൊണ്ട് ഉണ്ടാവോ?
ഇല്ല, സ്ഥിരമായ പ്രാക്ടീസ് ഇല്ല ആണ്. ഇല്ല, നിരന്തരമായ പ്രാക്ടീസ്, നിരന്തരമായ നിരീക്ഷണങ്ങളിലൂടെയും ഓരോ ദിവസങ്ങളിലും വരുന്ന അനുഭവങ്ങളിലൂടെയും നമ്മൾ പഠിച്ച തത്വങ്ങള് ക്രമാനുസരണം പ്രാക്ടീസ് ചെയ്ത് എടുത്താലേ നമുക്കിത് രൂപപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. Nobody is born with a good personality. Personality is emerging out from us with our words, deeds, and thoughts. Actually, ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു ഓറയാണ്. ഇറ്റ് ഈസ് ബിൽറ്റ് ഇൻ പോസിറ്റിവിറ്റി, ഒരു പ്രഭാവലയം. അതിനെ നമുക്ക് കാണാനൊന്നും സാധിക്കില്ല. നമ്മളല്ല നമ്മുടെ പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റി ആരാ മനസ്സിലാക്കുന്നത്? പറയാമോ? നമുക്ക് നല്ല മറ്റുള്ളവര്, നമ്മളുമായി ഇടപെടുന്ന മറ്റാളുകൾ. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്നത് മറ്റുള്ളവരാണ്, നമ്മളുമായിട്ട് ഇടപഴകുന്നവരാണ്. അവര് നമ്മളെ നല്ലവരാണ്, ആകർഷകമായ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയണമെങ്കിൽ, വിചാരിക്കണമെങ്കിൽ നമ്മൾ ഈ തലങ്ങളിലെല്ലാം പ്രവർത്തിക്കണം. അത് നിരന്തരമായിട്ട് പ്രവർത്തിക്കണം. ചിട്ടയായ ഒരു ജീവിത ശൈലി ഉണ്ടാകണം, ഒരു ടൈം മാനേജ്മെന്റ് അത് വേണം, പ്രോപ്പർ ഭക്ഷണം കഴിക്കണം, ന്യൂട്രീഷ്യസ് ഫുഡ് ശരീരത്തിന് ആവശ്യമായത്, ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം, വസ്ത്രധാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈജീനിക് ആയിരിക്കണം, അത് പ്രസന്റബിൾ ആയിരിക്കണം. ഓരോരോ ഒക്കേഷന് ഓരോരോ വസ്ത്രങ്ങളാണ്, അല്ലേ? മീൻസ് അങ്ങനെ ലാവിഷായിട്ട് വസ്ത്രം ധരിക്കണമെന്നല്ല. ഇപ്പൊ നമ്മളൊരു ഡാൻസ് പാർട്ടിക്ക് പോകുമ്പോഴുള്ള വസ്ത്രമല്ല ഒരു മരിച്ച വീട്ടിൽ പോകുമ്പോൾ. അപ്പോ സാഹചര്യത്തിന് അനുകൂലമായ വസ്ത്രങ്ങൾ ധരിക്കണം. ഇങ്ങനെ കുറേയേറെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാല് നമുക്ക് ഒരു നല്ല പേഴ്സണാലിറ്റി രൂപപ്പെടുത്താനായിട്ട് സാധിക്കും. Actually, we should be like a candle. Each person should be like a candle, emanating life on itself and to others. നമ്മൾ പ്രകാശിക്കണം, മറ്റുള്ളവരെയും പ്രകാശിപ്പിക്കണം. അപ്പൊ ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമ എന്ന് പറയുന്നത് നമുക്ക് കുറേയേറെ സമൂഹ നന്മകൾ നമ്മളിൽ നല്ല വ്യക്തിത്വം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കും. അതുമൂലം മറ്റുള്ളവരെയും നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കും. അപ്പൊ വി ഷുഡ് ബി ലൈക്ക് എ കാൻഡിൽ. അപ്പോ അങ്ങനെ നല്ല വ്യക്തിത്വം നമ്മില് എല്ലാവരിലും ഒരു പുഷ്പം പോലെ വികസിച്ച് വിടരട്ടെ, അതിൻ്റെ സൗരഭ്യം മറ്റുള്ളവർക്കും കിട്ടട്ടെ, അങ്ങനെ നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടട്ടെ, നമ്മളൊക്കെ നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളാകട്ടെ. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക്, അഡീഷണൽ പോയിന്റ്സ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ പ്രതീക്ഷിക്കും. സമയം നേരത്തെ ആയോ എന്ന് എനിക്കറിയില്ല. കുറച്ച് നേരത്തെ തന്നെയാണ്, 7:35 ആയിട്ടുള്ളൂ. എനിവേ, ഈ ഒരു വിഷയം അല്ലെ, ഇതിപ്പോ ഒരുപാട് കാര്യങ്ങൾ നാൻസി മാമി ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു. നമ്മുടെ ഒരു വ്യക്തിത്വത്തിനെ എങ്ങനെയാണ് നമ്മൾ പുറത്ത് നാലാളുടെ മുമ്പിലേക്ക് മാർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് തന്നെ അല്ലെ, നമുക്ക് തന്നെ നമ്മളെ പ്രൗഡായി ഫീൽ ചെയ്യിക്കുന്ന വിധത്തിൽ നമ്മൾ മാറണമെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. അപ്പൊ ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ ഈ സമയം വിനിയോഗിക്കാവുന്നതാണ്. ഓക്കെ, മാൻസി എന്നാണോ പേര് അതോ നാൻസി ആണോ? മാൻസി, എം ആണ്. ഓക്കെ, ഞാൻ നാൻസി കേട്ടിട്ടുണ്ട്, മാൻസി കേട്ടിട്ടില്ല. ഓക്കെ, മാൻസി ജി, ആ ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് എന്നുള്ളത് അതിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കി പറയുന്നത്, ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ എക്സ്പ്രഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് ആണ്. എക്സ്പ്രഷൻസ് ആണ്. അതായത് ഞാനിപ്പോൾ രണ്ട് എക്സ്പ്രഷൻ കാണിച്ചുതരാം, ഡിഫറെന്റ് ഇതില്. ഒരാളെ കാണുന്നു, ഗ്രീറ്റ് ചെയ്യുന്നു, ഗുഡ് മോർണിംഗ്, ചില ഇങ്ങനെ പറഞ്ഞു ഗുഡ് മോർണിംഗ്, വേർഡ്സ് പറഞ്ഞു.
ഒരു ചിരിയില്ല, മുഖത്തൊരു ചിരിയില്ല, സീരിയസ് എക്സ്പ്രഷൻ. അതിന് പകരം ഒരു വാക്കുപോലും പറയണ്ട, മറ്റേയാളെ കാണുമ്പോഴേ ആ ഗ്രീറ്റിംഗ്, എ സ്മൈൽ വിത്തൗട്ട് ഈവൻ വേർഡ്സ്, അതാണ് മോർ പവർഫുൾ. നമ്മുടെ നാട്ടിൽ അത് മിക്കവരും അറിഞ്ഞുകൂടാ. എസ്പെഷ്യലി ഞാൻ അമേരിക്കയിലാണെങ്കിലും ഞാൻ കാണുന്നൊരു പ്രവണതയാണ്, മലയാളിക്കാണ് ഏറ്റവും വളരെ റൂഡായിട്ട് അവരിത് ചെയ്യുന്നത്. ഞാൻ അവിടുത്തെ, നിങ്ങൾ ആരെങ്കിലും അവിടെ ഖാദി ഗ്രാമോദ്योग ഭവൻ എന്ന് പറഞ്ഞ നാട്ടിൽ കുറെ കടകളൊക്കെ ഉണ്ട്. അവിടെ ഞാൻ പലപ്പോഴായിട്ടൊക്കെ അമേരിക്കയിലോട്ട് എൻ്റെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് അവിടെ പോകും. അവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം ഇങ്ങനെ ഒരു ചിരിയൊന്നുമില്ല, ഇങ്ങനെ ചിറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ അവര് വാങ്കേ 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 എന്നോ അയ്യാ വാങ്കേ അയ്യാ വാങ്കേ എന്ന് പറഞ്ഞ് ചിരിയോടുകൂടിയാണ്. നിങ്ങൾ മാൻസി, നിങ്ങൾ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് അനുഭവിച്ചു കാണും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അനുഭവിച്ചു കാണത്തില്ല. അതുകൊണ്ട് എക്സ്പ്രഷൻസ് ആർ ലൗഡർ ദാൻ വേർഡ്സ്. അത് ഒരു കാര്യം. പിന്നെ ഒന്ന്, മറ്റേതിനെ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഈ തോട്ട്സ്, വേർഡ്സ്, ആക്ഷൻസ്. അതിനെ പണ്ടേ ഉള്ളതാണ്. മനസ്സ വാച കർമ്മണ. മനസ്സ എന്ന് പറയുന്നതാണ് തോട്ട്സ്, വാച വാക്കുകൾ, കർമ്മണ ഡീഡ്സ്. അങ്ങനെ ഈ മൂന്നും തന്നെ സിങ്ക്രണൈസ് ചെയ്യണം. പിന്നെ എമോഷണൽ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരു 3 ദിവസത്തിന് മുമ്പ് ED അവിടെ തിരുവനന്തപുരത്ത് വന്ന് അവിടെ വന്നപ്പോൾ, റെയ്ഡിന് വന്നപ്പോൾ കുറേ ചെറുപ്പക്കാരും എല്ലാവരും കൂടി ആ വണ്ടിയൊക്കെ അടിച്ചുടച്ച് ഇപ്പോഴും അറസ്റ്റ് ചെയ്ത് കിടക്കുകയാണ്. ഈ അടുത്ത കാലത്തൊന്നും സൂര്യപ്രകാശം വെളിയിൽ വന്ന് കാണുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അവിടെ എമോഷണൽ കൺട്രോൾ, ഈ പറഞ്ഞത്, അത് വളരെ വളരെ കുറവാണ്, വയലന്റ് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ. സോ ഇത്രയും മാത്രമേ ഞാൻ പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു. Thank you, sir. Thank you very much. പിന്നെ ഒരു സെക്കൻഡ് കൂടെ, ഈ പേര് പറയുന്നത്, ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യുന്ന, ഇപ്പോഴും ഞാൻ റിട്ടയർഡാണ്, പ്രാക്ടീസ് ചെയ്യുന്നപ്പോൾ എനിക്കാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുള്ളത്. അതായത് വളരെ ഫ്രണ്ട്ലി, വാം എന്നുള്ളത്. അത് എന്താണ് ചെയ്യുന്നത്, ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആ വിസിറ്റ് തീരുന്നതിന് മുമ്പേ കുറഞ്ഞത് 3 തവണെങ്കിലും അവരുടെ പേര് വെച്ച് തന്നെ ഞാൻ അഭിസംബോധന ചെയ്യായിരുന്നു. അത് മിസ്റ്റർ ഹാരിസൺ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? അത് വരുമ്പോൾ തന്നെ അയാളുടെ പേര് പറഞ്ഞു, മിസ്റ്റർ ഹാരിസൺ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? എന്നിട്ട് സംസാരിച്ചു, മിസ്റ്റർ ഹാരിസൺ, ദാറ്റ് ഇസ് ഐ വുഡ് ലൈക്ക് യു ടു ജസ്റ്റ് ലിസൺ ടു മീ കെയർഫുള്ളി, ആൻഡ് മിസ്റ്റർ ഹാരിസൺ, ഐ വുഡ് ലൈക്ക് യു ടു ഫോളോ ദിസ് അഡ്വൈസ്. എന്നിട്ട് അവസാനം മിസ്റ്റർ ഹാരിസൺ, ഐ വുഡ് ലൈക്ക് ടു സീ യു ഇൻ 3 months. അവർ 4 തവണ ആ ഹാരിസൺ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അതല്ലാതെ ഹൗ ആർ യു ഡൂയിങ് പോരാ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു പോരാ, ഐ വുഡ് ലൈക്ക് ടു സീ യു ഇൻ 3 months പോരാ. അതെല്ലാം യു 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 എന്നാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഒരാളുടെ പേര് വെച്ച് അഭിസംബോധന ചെയ്യുന്നത് അത് പഠിക്കണം. നിങ്ങൾ അധ്യാപികയായിരുന്നു, ഞാൻ മെഡിക്കൽ കോളേജിൽ അധ്യാപകനായിട്ടാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അന്ന് ഒരു ബാച്ചിൽ വെച്ചാൽ 180 പിള്ളേരാണ് MBBS അഡ്മിഷൻ. ഇന്ന് അതിലും കൂടിയെന്ന് കേട്ടു. ഞാൻ ഈ 180 പേരുടെ പേരും ഞാൻ ഒരു 3 ക്ലാസ് കഴിയുമ്പോൾ ഞാൻ എല്ലാം പഠിച്ചിരിക്കും, ഓരോരുത്തരെയും ചെയ്തിട്ട്. എന്നിട്ട് അവർ ആ പേര് വെച്ചാണ് വിളിക്കുന്നത്. അത് കാരണം അവർക്ക് എന്താ അറിയാം, അയ്യോ റെഡ്ഡി സാറിന് നമ്മുടെ പേരൊക്കെ അറിയാം. that matters a lot. Thank you. Yes, sir. Thank you. Thank you very much. ഇനി ആരും ഇന്ന് സംസാരിക്കാനില്ലേ? മാൻസി മാം, Yes, sir. പേഴ്സണാലിറ്റി, Yes, ma'am. നമ്മള് സൈക്കോളജി പഠിച്ചത് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത പോലായി. നല്ല അതെ. ഇൻഫർമേറ്റീവ് ആയിരുന്നു. പിന്നെ മാം നല്ലോണം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട് അതൊക്കെ. നല്ല പ്രസന്റേഷൻ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ ഇത്തിരി നേരത്തെ എന്ന് മാം പറയുന്നു, എനിക്ക് അത്രക്കൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല പ്രസന്റേഷൻ ആയിരുന്നു. മാമിനെ പോലെ ഒരാള് ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ട് കുറെ ഇൻഫർമേഷൻസ് അതിൽ നിന്ന് നമുക്ക് കിട്ടി. കുറെയൊക്കെ
ഞാൻ എഴുതി വെച്ച്, പക്ഷെ ഞാൻ പുറത്തായതുകൊണ്ട് അത് നോട്ട് ചെയ്ത് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, ടോട്ടലി ഗുഡ് ആയിരുന്നു. Thank you, Sheila ma'am. ഹലോ മാൻസി മാം. Oh, thank you, Sindhana ma'am. മാം, ഞാൻ മാമിന്റെ സെഷനിൽ ഇപ്പൊ മോനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആയത്. എൻ്റെ ഇടയ്ക്ക് ഇൻട്രപ്ഷൻസ് കേൾക്കാം, സോറി. മാം, ദ സെഷൻ വാസ് റിയലി ഗുഡ്. ആക്ച്വലി ഞാൻ കുറച്ചുകൂടി എന്താണ് നീണ്ടുപോയിരുന്നെങ്കിൽ എന്ന് എക്സ്പെക്ട് ചെയ്തു. കണ്ടന്റ് ഒക്കെ അത്രയും നന്നായിരുന്നു. പക്ഷെ മാം ഒരുപാട് കണ്ടന്റ് ആ ഒരു ഇതിനിടയ്ക്ക്, ഈ ഒരു ടൈമിനിടയ്ക്ക് ഞങ്ങൾക്ക് തന്നു. ഞാൻ ഓരോന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലിയർ ആയിട്ട്. 3 ചാനൽസും 5 ലെവൽസും അതിൻ്റെ അകത്ത് മാം പറഞ്ഞ ഓരോ പോയിന്റ്സും എല്ലാം ഞാൻ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ നന്നായിരുന്നു പ്രസന്റേഷൻ. ദ ഒൺലി തിങ് എന്താണ് ഇച്ചിരി നേരത്തെ ഇതൊന്ന് നിന്ന് പോയി എന്നുള്ളതേ ഉള്ളൂ. കുറച്ചുകൂടി നീണ്ടുപോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. പേഴ്സണാലിറ്റിയുടെ എല്ലാ ലെവൽസിന്റെ കാര്യങ്ങളും നല്ലപോലെ ടച്ച് ചെയ്ത് സംസാരിച്ചു. താങ്ക് യു സോ Thank മച്ച്. you. Thank you, Sindhana ma'am. നാൻസി മാം, നല്ല നല്ല ക്ലാസ് ആയിരുന്നു കേട്ടാ. എനിക്ക് Oh, ഇനി yes, thank you. ഒരുപാട് ഡെവലപ്പ് ചെയ്ത പോലെ തോന്നി മൊത്തം. എനിക്ക് എന്തായാലും കോളേജിൽ നന്നായിട്ട് അറിയുന്ന കാരണം എനിക്ക് തോന്നി നല്ല ഒരു ക്ലാസ് ഇരുന്നിരുന്ന് നമുക്ക് ഇങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. അപ്പൊ കുറച്ചും കൂടിയും Thank you. നല്ല കണ്ടന്റ് റിച്ച് ഉണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു പ്രൊഫഷണൽ ട്രെയിനർ ആയി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കുന്നു. Thank you, താങ്ക് യു. Jewel. Thank you, Jewel ma'am. ഹലോ മാൻസി മാം. Yes, Melita ma'am. നല്ല സെഷൻ, നന്നായി പ്രസന്റ് ചെയ്തു. പേഴ്സണാലിറ്റിയുടെ 3 ചാനൽസും മറ്റ് 5 ലെവൽസും അത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ, സോഷ്യൽ, മോറൽ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് പറഞ്ഞു. അതൊക്കെ തന്നെ കണ്ടന്റ് റിച്ച് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ലേശൂടി ഒന്ന് വിശദീകരണം കൂട്ടിക്കഴിഞ്ഞാൽ, എന്നാ കഥകളും ഉദാഹരണങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ 5 മിനിറ്റ് 10 മിനിറ്റ് ചെയ്തു വരുമ്പോ ഇതൊരു 3/4 മണിക്കൂറിനൊക്കെ നീളണമെങ്കിൽ കുറച്ചുകൂടെ വലിച്ചു നീട്ടേണ്ടി വരുമായിരിക്കും. എങ്കിലും വളരെ നല്ല സെഷനാണ്. കൃത്യം 35 മിനിറ്റ് എന്നുള്ളതൊരു 5-10 മിനിറ്റ് കൂടെ കൂടാമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും പറഞ്ഞതും വളരെ ഒരു ഇരുത്തം വന്ന നല്ല ട്രെയിനർ സംസാരിക്കുന്നത് പോലെ തന്നെ നന്നായി പറഞ്ഞു. കുറ്റങ്ങളൊന്നും പറയാനില്ല, നമുക്ക് നോക്കിയിട്ടൊരു നെഗറ്റീവ്സ് ഒന്നും കാണുന്നില്ല. വളരെ നന്നായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. Thank you. Ma'am. Thank you, ma'am. Thank you very much. ഫ്രണ്ട്സ്, ഞാൻ ആ ചാറ്റിൽ ഒരു ബുക്കിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ, ഡെയിൽ കാർണഗി. നിങ്ങൾ റിയലി നിങ്ങളുടെ പേഴ്സണാലിറ്റി കാര്യമായിട്ട് ഡെവലപ്പ് ചെയ്യണം, ഒരുപാട് സുഹൃത്തുക്കളെ അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബുക്ക് അത്യാവശ്യം, ഞാൻ വീണ്ടും സ്ട്രോങ് ആയിട്ട് പറയാണ്, അത്യാവശ്യം വായിച്ചിരിക്കണം. ഒരു 40 വർഷത്തിന് മുൻപ് ഞാൻ വായിച്ചു. ദാറ്റ് ചേഞ്ച്ഡ് എ ലോട്ട് ഓഫ് തിങ്സ്. എങ്ങനെയാണെന്നുള്ളതൊക്കെ ആ ബുക്ക് കോടിക്കണക്കിന് ബുക്കുകൾ ഓൾറെഡി പ്രിന്റ് ചെയ്ത് വിറ്റിട്ടുണ്ട്. എത്രയോ എഡിഷൻസ്. ഒരു 70-80 കൊല്ലം ഇതിന് മുൻപാണ് ആദ്യമായിട്ട് വന്നത്. ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. താങ്ക് യു. Thank you, sir. ഹലോ മാൻസി മാം. Ambika ma'am, yes. Ambika ma'am. ഞാൻ നിങ്ങളുടെ ബാച്ചുകാരൊക്കെ പറഞ്ഞു തീരട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് ഞാൻ നമ്മുടെ അസീലയെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അസീലയെ ഞാനാണ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അസീലക്ക് Okay. മാമാണ് എന്നെ ട്രേഡേഴ്സിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ അസീലയുടെ ഇൻട്രോ കണ്ടപ്പോഴാണ് ചാടി ഇതിനകത്തേക്ക് കയറിയത്. അപ്പൊ അസീലയ്ക്ക് ഒരു കൺഗ്രാജുലേഷൻ. നന്നായിട്ടുണ്ട്, ഇൻട്രോ ഒക്കെ നന്നായി പറഞ്ഞു. ഇനിയും ഇമ്പ്രൂവ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ മാൻസി മാമിന്റെ സെഷനിലേക്ക് ഇറങ്ങാല്
നല്ലൊരു സെഷനായിരുന്നു. ഈ പറഞ്ഞ മാതിരി നമ്മൾ പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട് ഒരുപാട് സെഷൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ സെഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴും ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഇന്ന് രാവിലെ നമ്മൾ ഈ പേഴ്സണാലിറ്റിയെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. അതിനകത്ത് ആ ബിഗ് 5 തിയറി ഉണ്ടല്ലോ, ഓഷ്യൻ, അതായിരുന്നു യെസ്, അതൊക്കെ അതായിരുന്നു കുറച്ച് കടുപ്പമല്ലേ? കുറച്ചും കൂടി കടുപ്പാണ്. അതാണ് ഇന്ന് സംസാരിച്ചത്. കടുപ്പം. അപ്പൊ ഈ പേഴ്സണ എന്ന് പറഞ്ഞാല് ഒരു ആ വേർഡിൽ നിന്നാണ് പേഴ്സണാലിറ്റിൻ്റെത്. അപ്പൊ അത് നമ്മള് ഒരു മാസ്ക് ആണ് ശരിക്കും. ആക്ച്വലി ഇറ്റ് ഈസ് എ മാസ്ക് ആണ്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളുടെ പേഴ്സണാലിറ്റി ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ആണ്. അതെ അതെ. നമ്മൾ ഫാമിലി കാണിക്കുന്നതായിരിക്കില്ല നമ്മളൊരു സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ സൊസൈറ്റിയിലോ നമ്മൾ അതല്ല കാണിക്കുക. ആക്ച്വലി ഇതിന്റെ ഡെഫിനിഷൻ തന്നെ പറയണത് എന്താ വെച്ചാൽ മറ്റുള്ളവർ നമ്മളെ കാണാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് കാണിക്കുന്നു എന്നുള്ളതാണ് ആക്ച്വൽ പേഴ്സണാലിറ്റി എന്നും പറയപ്പെടുന്നത്. അങ്ങനെ ഡിഫറെന്റ് അതെ, അതായത് ഒരു ബ്രാൻഡ് ആണല്ലോ ശരിക്കും. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. അയാൾ ഒരു യുണീക്കായിട്ട് ഓരോ പേഴ്സണനുസരിച്ച് അത് ഡിഫറെന്റ് ആണ്. അതിന്റെ ഡെഫിനിഷനും ഒരുപാടുണ്ട്. അപ്പൊ എന്തായാലും മാമിന്റെ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നി എനിക്ക്. കാരണം 3 ചാനൽസും അതുപോലെ 5 ലെവൽസും കൊണ്ടുവന്നു. അതിനകത്തെല്ലാം ഈ ലൈഫ് സ്കിൽസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് ടച്ച് ചെയ്തു. അപ്പൊ ഇതുപോലെ ഇപ്പൊ നമ്മളിപ്പോ ട്രെയിനർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആയാലും നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ആയാലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് തന്നെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അത്. ഞാനിപ്പോൾ ഇന്നലെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി എനിക്ക് വളരെ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ വിൻബിളിലും ട്രെയിനേഴ്സ് ഈ കോഴ്സ് ചെയ്യുമ്പോഴും അതിന് ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. നമ്മളെല്ലാവരും കാണുമ്പോൾ ചിരിക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മൾ ശ്രമിക്കാറ്. അതുപോലെ തന്നെ EQ, ഇമോഷണൽ കോഷ്യന്റ്, അതും നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ ഒരുപാട് വ്യത്യാസം, അതായത് നർച്ചർ ചെയ്തെടുക്കാൻ ഒരുപാട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ വിൻബിളിൽ വന്നേ പിന്നെ ഒരുപാട് അതിന് ഗുണം ഉണ്ടായിട്ടുണ്ട്, അതിൽ പറയാതെ വരിക. അപ്പോൾ നമ്മൾ ഓരോ സെഷൻ എടുക്കുമ്പോഴും ഞാനൊന്നും തന്നെ മിസ് ചെയ്യാറില്ല. എന്തായാലും എല്ലാത്തിൻ്റെയും റെക്കോർഡെങ്കിലും കാണാറുണ്ട്. എന്ന് വെച്ചാൽ ഓരോന്നിലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പൊ ഇന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അത് എന്താ പറയുക, അരക്കിട്ട് ഉറപ്പിക്കാന്ന് പറഞ്ഞ മാതിരി നമ്മള് ബ്രെയിൻ എത്ര കേട്ടാലും അത് വയർ ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ അത് നല്ല കാര്യം. എന്തായാലും നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. അപ്പൊ ബെസ്റ്റ് വിഷസ്. ഇനിയും നല്ല നല്ല ടോപ്പിക് വരിക. താങ്ക് യു അംബിക മാം. ഗുഡ് ഈവനിങ് മാൻസി മാം. സെഷൻ വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ച് ഒരു ലേ പേഴ്സൺ എന്ന നിലയ്ക്ക് സൈക്കോളജി ആയിട്ട് ഒരു കണക്ഷനും ഇല്ല എനിക്ക്. അങ്ങനെ നോക്കുമ്പോൾ ഇറ്റ് വാസ് വെരി ഇൻഫർമേറ്റീവ്. 3 ചാനൽസും 5 ലെവൽസും ഒക്കെ അതൊരു പുതിയ അനുഭവമായിരുന്നു. ഇറ്റ് വാസ് വിത്ത് ഗ്രേറ്റ് ക്ലാരിറ്റി ദാറ്റ് യു ടുക്ക് ദ ക്ലാസ്. എല്ലാരും പറഞ്ഞ പോലെ സമയം ഇത്തിരി കൂടി കൂട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്കും തോന്നി. എന്ന് വെച്ചാൽ കുറച്ചും കൂടി കണ്ടന്റ് ഉണ്ടായേനെ. എനിവേ ഇറ്റ് വാസ് എ ഫസ്റ്റ് ടൈം, അതുകൊണ്ട് കുഴപ്പമില്ല, നന്നായിരുന്നു. അതർവൈസ് എവറിത്തിങ് വാസ് ഗുഡ്. ആൻഡ് ഓൾസോ അസീല മാം, യുവർ ഇൻട്രോ വാസ് ഗുഡ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു. എന്തായാലും ദാറ്റ് ഓൾസോ വാസ് വെരി ഗുഡ്. താങ്ക് യു മാം. താങ്ക് യു ആനി മാം. ഓക്കെ. ആനി മാം എന്റെ കൊളീഗാണ്. ഞങ്ങള് ജുവല്, ആനി, ഞാനൊക്കെ ഒന്നിച്ചാണ് ടീമായിട്ട് വന്നിരിക്കുക എല്ലാരും കൂടി അല്ലേ? അർച്ചന പറയൂ. നമ്മള് ടീമായിട്ട് കൊണ്ടുവന്നിരിക്കല്ലേ? അസില മാം, ഞാൻ ഇൻട്രോ കഴിഞ്ഞാണ് വന്നത്. ഞാൻ അത് കേട്ടോളാം കേട്ടോ, എന്നിട്ട് പറയാം. ശരി മാം. ഓക്കെ. സോറി, ഞാനും ഇൻ ബിറ്റ്വീൻ വിട്ടുപോയി. ഇൻട്രോ മാം പുറത്തായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് മാം അത് വെൽ മാനേജ് ചെയ്തു. അത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് വാസ് ഗുഡ്. യെസ് മാം. താങ്ക് യു. ഓക്കെ മാം. ഓക്കെ. അപ്പോ മാൻസി മാം എല്ലാരും പറഞ്ഞതുമാതിരി വളരെ ചുരുങ്ങിയ സമയത്തിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇൻഫോ ആണ് എല്ലാവരിലേക്കും പാസ് ചെയ്തത്. തീർച്ചയായിട്ടും ഇതിലെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും, മേ ബി അറ്റ് സ്ട്രെച്ച് മാം പറഞ്ഞതുമാതിരി ഒറ്റയടിക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവനവന് ചെയ്യാൻ പറ്റുന്ന ചെറിയ മാറ്റങ്ങളെങ്കിലും തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഓരോരുത്തരും അവരുടെ ലൈഫിലേക്ക് അബ്സോർബ് ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല. So thank you so much for giving such an interesting and informative session today. അതുപോലെ തന്നെ മാമിന് നല്ലൊരു
ഇൻട്രോ തന്ന്. ആക്ച്വലി ഇൻട്രോ വേണമെങ്കിൽ ഞാൻ പുറത്താണ്, എത്തിയിട്ടില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കാമായിരുന്നു. ബട്ട് സ്റ്റിൽ അതിന് ഒരു ഇടവെക്കാതെ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് ആ പരിമിതമായിട്ടുള്ള സ്പേസിൽ പുറത്താണെങ്കിലും ഷീ മാനേജ്ഡ് ഇറ്റ് വെരി വെൽ. താങ്ക് യു അസീല മാം. താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ ദ മാം. ഇൻട്രോ. Thank അപ്പോൾ you, ma'am. ഇതിപ്പോ Thank you very much. ഇത് യു വെൽക്കം. അപ്പൊ ഈ ഒരു വിഷയം ഇത്രയും നേരം നമ്മുടെ ഒപ്പം, ഇത്രയും നേരം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്ന് ഈ ഒരു ക്ലാസ് കേട്ടതിന് വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതുപോലെ നമ്മൾ മറ്റൊരു ട്രെയിനറുമായി അടുത്ത ദിവസം സെഷനിൽ കണ്ടുമുട്ടാം. സോ ടിൽ ദെൻ ബൈ, ഗുഡ് നൈറ്റ്. Thank you. താങ്ക് യു Thank മാം. you, ma'am. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.